ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വീണ്ടും ഒരു വ്ളോഗാണ്. അപ്പോൾ ഞാൻ നേരത്തെ നമ്മളുടെ കല്യാണ ഷോപ്പിങ്ങിൻ്റെയൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, എല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ പ്രീ വെഡ്ഡിങ് ഫോട്ടോഷൂട്ടാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഇല്ലത്തുകാവ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്താണ് വന്നിട്ടുള്ളത്. ഒരു ട്രഡീഷണൽ ലുക്ക് ആണ് നമ്മളിന്ന് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഫോട്ടോഗ്രാഫർ എൻഗേജ്മെൻറ്റ് വീഡിയോ ചെയ്തിട്ട് കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും. സുമിത്തേട്ടൻ, നമ്മുടെ ഫാമിലി ഫോട്ടോഗ്രാഫർ സുമിത്തേട്ടനെയൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ വഴിയുള്ള കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. അതിനു മുൻപ് ആദ്യമായിട്ട് നമ്മളുടെ ചാനലിലെ വീഡിയോസ് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത്. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാനും മറന്നു പോകരുത്. ഓക്കെ ഫ്രണ്ട്സ്, വഴിയുള്ള കാര്യങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ഈ ലൊക്കേഷൻ എന്ന് പറയുന്നത് ശരിക്കും ഒരു പക്ക ട്രഡീഷണൽ ആ ഒരു ടച്ച് തരുന്ന നല്ലൊരു അടിപൊളി ലൊക്കേഷനാണ്. എനിക്ക് തോന്നുന്നു ഏകദേശം എല്ലാ ആലപ്പുഴക്കാർക്കും എനിക്ക് അറിയാമെന്ന് തോന്നുന്നു. കാരണം ഒത്തിരി ആൾക്കാർ ഈ ഒരു സ്ഥലത്ത് വന്ന് ഫോട്ടോസ് എടുക്കാറുണ്ട്. ട്രഡീഷണൽ ആ ഒരു രീതിയിലുള്ള ഫോട്ടോസ് ഒട്ടുമിക്ക ഫോട്ടോഗ്രാഫേഴ്സും ഇവിടെ വന്നിട്ടാണ് എടുക്കാറുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോട്ടോഗ്രാഫർ സുമിത്തേട്ടൻ. ഇത് സുമിത്തേട്ടൻ്റെ അസിസ്റ്റൻറ്റ് സുജിത്ത്. അപ്പോൾ അവരെ ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഞങ്ങൾ കുറച്ച് പേരുണ്ടായിരുന്നു. എൻ്റെ കസിൻസ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ വിഷ്ണുവിൻ്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയാണ് ഫോട്ടോസ് എടുക്കാനായിട്ട് വന്നത്. ഇത് ആക്ച്വലി നിത്യപൂജയുള്ള ഒരു കാവ് തന്നെയാണ്. അപ്പം ഞങ്ങൾ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ശരിക്കും മണ്ഡലകാലം ആ ഒരു സമയത്താണ് ഈ ഫോട്ടോഷൂട്ട് എടുത്തിട്ടുള്ളത്. ഡിസംബർ ലാസ്റ്റൊക്കെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഡെയിലി ഭജനയൊക്കെ ഉണ്ട്. അപ്പം 3 മണി ആ ഒരു സമയത്താണ് നമ്മളിവിടെ വന്നത്. 5 മണിക്കുള്ളിൽ നമ്മൾക്ക് ഇവിടുന്ന് ഫോട്ടോസ് എല്ലാം എടുത്ത് മാറണമായിരുന്നു. അമ്പല പരിസരത്ത് നിന്ന് തൊട്ടപ്പുറത്തോട്ട് മാറിയിട്ടാണ് കാവ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ അവിടെ ഇങ്ങനെ തൊഴുതിട്ട് നമ്മൾ ക്ഷേത്രത്തിൽ പോയി ഈ പ്രസാദമൊക്കെ വാങ്ങിച്ചിട്ട് തൊഴുത് നിൽക്കുന്ന ആ ഒരു രീതിയിലുള്ള ഫോട്ടോസാണ് ആദ്യം സുമിത്തേട്ടൻ എടുത്തത്. സുമിത്തേട്ടൻ്റെ ഫോട്ടോഗ്രാഫി വളരെ നല്ലതാണ്. നമ്മുടെ ഫാമിലി റിലേറ്റീവാണ്. അതുപോലെ തന്നെ നമ്മളുടെ എല്ലാ ഫങ്ഷൻസിനും, നമ്മുടെ ഫാമിലിയിൽ ഉണ്ടായിട്ടുള്ള എല്ലാ ഫങ്ഷൻസിനും സുമിത്തേട്ടനെ കൊണ്ട് തന്നെയാണ് നമ്മൾ ഫോട്ടോസ് എല്ലാം എടുത്തിട്ടുള്ളത്. വളരെ ഡെഡിക്കേറ്റീവ് ആയിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫറാണ്. ഞാൻ എന്തായാലും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ സുമിത്തേട്ടൻ്റെ ഇൻസ്റ്റഗ്രാം പേജൊക്കെ അതിൻ്റെ ലിങ്കൊക്കെ ഒന്ന് ആഡ് ചെയ്തേക്കാം. അപ്പോൾ ജസ്റ്റ് ചെക്ക് ചെയ്യാൻ താല്പര്യമുള്ളവരൊന്ന് കയറി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് ഫോളോ ചെയ്തേക്കണം. അതിനുശേഷം പിന്നീട് ഞങ്ങൾ അമ്പല പരിസരത്തു നിന്നുള്ള കുറച്ച് പിക്സൊക്കെ എടുത്തതിന് ശേഷം പിന്നീട് പുറത്തേക്ക് ഇറങ്ങി. ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോഴത്തേക്കുമാണ് കാവിൻ്റെ ആ ഒരു പക്ക എന്താ പറയുക, നമ്മളുടെ ഇപ്പം റീസെൻ്റായിട്ട് ഒരു സ്ഥലത്തും തന്നെ ഇത്തരം കാവുകളില്ല, എല്ലാം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. പക്ഷേ ഇത്രയും നിയറസ്റ്റ് ഈ ഒരു സ്ഥലം ഉണ്ടെന്ന് നമ്മൾ തിരിച്ചറിയുന്നത് തന്നെ എൻ്റെ ചേച്ചിയുടെ മാരേജിൻ്റെ സമയത്താണ്. ചേച്ചിയുടെയും ഇതേപോലെ ട്രഡീഷണൽ ലുക്ക് സേവ് ദ ഡേറ്റിൻ്റെ നമ്മൾ ഫോട്ടോസ് എടുത്തിട്ടുള്ളത് ഈ സ്ഥലത്ത് തന്നെ വന്നിട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് പിന്നെ വേറൊരു ലൊക്കേഷൻ നോക്കേണ്ടതായിട്ട് വന്നില്ല. അവിടെ തന്നെ പോകാമെന്ന് വിചാരിച്ചു. നമ്മുടെ വീടിനടുത്ത് നിന്നാണെങ്കിലും എനിക്ക് തോന്നുന്നു ഒരു 5-6 കിലോമീറ്റർ മാക്സിമം അത്രേ ഡിസ്റ്റൻസേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കംഫർട്ടബിൾ ആയിരുന്നു പോയി വരാനൊക്കെ ആയിട്ടാണെങ്കിലും. പിന്നെ കാവിൻ്റെ ആ ഒരു പരിസരമായതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തണുപ്പും നിറയെ ചൂടൊന്നും അങ്ങനെ വെയിലൊന്നും അധികം ഉള്ളിലേക്ക് കടക്കത്ത് പോലുമില്ല. അത്രയും മരങ്ങളും ഒക്കെ ഉണ്ട്. ഈ ചൂരലൊക്കെ ഇല്ലേ, ചൂരൽ പഴവും അതേപോലെ ചൂരൽക്കാടും പക്ക കാവ് തന്നെയാണ്. അതിനുശേഷം പിന്നീട് ആ അമ്പല പരിസരത്ത് നിന്ന് ഫോട്ടോ എടുത്തതിന് ശേഷം പിന്നീട് നമ്മൾ ആ ഒരു മരങ്ങളും എല്ലാം ഉള്ള ആ ഒരു സ്ഥലത്തേക്ക് പോയി. അപ്പോൾ ആക്ച്വലി ഫസ്റ്റ് നമ്മൾ അവിടെ ഒരു മരം ഇങ്ങനെ ചാഞ്ഞ്, നമ്മൾ ഈ കാവുകളിലൊക്കെ പോകുമ്പോൾ കാണാറുണ്ടല്ലോ മരങ്ങളൊക്കെ ഇങ്ങനെ ചാഞ്ഞ് കിടക്കുന്നത്. അപ്പം അവർ ജസ്റ്റ് അതിലൊന്ന് കയറാമോയെന്ന് ചോദിച്ചു. എനിക്കാണെങ്കിലും മരത്തിൽ കയറാൻ ഭയങ്കര പേടിയായിരുന്നു. അപ്പോഴേക്കും വിച്ച് ഓൾറെഡി ചാടി കയറിയിട്ടുണ്ടായിരുന്നു. പിന്നീട് ഒരു പരുവത്തിൽ പിടിച്ച് മരത്തിലൊക്കെ കയറി അവിടെ ഇരുന്ന് കുറേ പിക്സൊക്കെ എടുത്തു. പക്ഷേ മരത്തിലിരുന്ന് എടുത്ത പിക്സ് എല്ലാം വളരെ നല്ലതായിരുന്നു. ഈ പ്രീ വെഡ്ഡിങ് ഫോട്ടോഷൂട്ട് നമ്മൾ ശരിക്കും 2 ലുക്കിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരെണ്ണം ട്രഡീഷണലും അതേപോലെ തന്നെ ഒരു മോഡേൺ ടച്ചും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ അതിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. സെക്കൻഡ് പാർട്ട് ഉടനെ വരുന്നതായിരിക്കും. അങ്ങനെ ഫോട്ടോഷൂട്ടെല്ലാം ഏകദേശം ഒരു പകുതിയോളം കഴിഞ്ഞു. അപ്പോൾ ആ സമയത്ത് നല്ല രീതിയിൽ ടയേർഡായിട്ടുണ്ടായിരുന്നു.
അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ വാങ്ങിച്ച് അങ്ങനെ കുടിക്കാൻ. എൻ്റെ കസിനാണ് എനിക്ക് എൻ്റെ പാവാടയുടെ ഫ്ലീറ്റെല്ലാം എടുത്ത് നന്നായിട്ട് വെച്ച് തരുന്നത്. ആതിര. എനിക്ക് തോന്നുന്നു എൻഗേജ്മെൻറ്റിൻ്റെ വീഡിയോസ് കണ്ടിട്ടുള്ളവരാണെങ്കിൽ ഇവരെ എല്ലാവരെയും ഞാൻ ഓൾറെഡി അന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ പുതിയതായിട്ട് നമ്മൾക്ക് കുറേ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ചാനലിൽ വന്നിട്ടുണ്ട്. അപ്പം എൻഗേജ്മെൻറ്റിൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കണേ. അപ്പോൾ കണ്ടോ നമ്മുടെ ഫോട്ടോഗ്രാഫറിൻ്റെ ഡെഡിക്കേഷൻ കണ്ടോ, കാട്ടിലൊക്കെ പോയി ഇരിക്കുകയാണ് പാവം ഫോട്ടോഗ്രാഫർ. ഞങ്ങൾ ഈ ഒരു സമയമായപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ നല്ല രീതിയിൽ അലമ്പാൻ തുടങ്ങി. ആദ്യമൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിൽക്കുമായിരുന്നു, പറയുന്ന രീതിയിലെല്ലാം സുമുത്തിയേട്ടൻ പറയുന്ന രീതിയിലെല്ലാം പോസ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഫോട്ടോഷൂട്ട് കുറേ അങ്ങ് ആയപ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും നമ്മൾക്കൊരു മടുപ്പ് തോന്നുമല്ലോ. അപ്പോൾ ഞാൻ നല്ല കട്ടയ്ക്ക് അലമ്പുന്നുണ്ടായിരുന്നു. പക്ഷേ സുമുത്തിയേട്ടൻ നമ്മൾ എത്ര അലമ്പിയാലും സുമുത്തിയേട്ടൻ നല്ല ക്ഷമയോടുകൂടി ഇരുന്ന് നല്ല രീതിയിൽ നമുക്ക് ഫോട്ടോസ് എടുത്തു തരും. അപ്പോൾ അതിന് ശേഷം പിന്നെ ഫോട്ടോഷൂട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ അങ്ങോട്ട് ആവശ്യപ്പെട്ടതാണ് ഒരു ട്രഡീഷണൽ ലുക്കിൽ ഒരു റീല് ചെയ്യാം എന്നിങ്ങനെ പറഞ്ഞു. അങ്ങനെ പിന്നെ റീല് ചെയ്യാനുള്ള തത്രപ്പാടിലാണ് ഇത് കാണിക്കുന്നത്. കുറേ അഭിനയിക്കാനൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അവസാനം അഭിനയിച്ച് കുളമായി. എന്താ പറയുക, അവസാനം നമ്മളിങ്ങനെ മടുത്ത് കഴിയുമ്പോഴത്തേക്കും ഞാൻ പക്ക അലമ്പായിരുന്നു. എന്നിട്ടും സുമുത്തിയേട്ടൻ പക്ഷെ വിടണില്ല. സുമുത്തിയേട്ടനോട് നമ്മൾ എന്തെങ്കിലും അങ്ങോട്ട് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ പിന്നെ 100% എഫേർട്ട് ഇട്ട് അത് ചെയ്തേ പറ്റുള്ളൂ എന്ന അത്രയും ഡെഡിക്കേഷനുള്ള ആളാണ്. അങ്ങനെ റീൽസിന് വേണ്ടിയിട്ടാണ് ഈ മരത്തിൻ്റെ കൊമ്പത്ത് കയറി നിന്നിട്ട് വിച്ചുവിൻ്റെ, അതായത് ഇങ്ങനെ മുതുകത്തോട്ട് വീഴുന്ന രീതിയിൽ കാണിക്കാനായിട്ടാണ് പറയുന്നത്. പക്ഷേ ഞാൻ വീഴുമ്പോഴത്തേക്കും ഓൾറെഡി ഞാനിങ്ങനെ വീണ് പോകുമായിരുന്നു. എനിക്ക് മുതുകത്തേക്ക് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഫോട്ടോഷൂട്ട് ആ ഒരു രീതിയിൽ റീൽസോട് കൂടി നമ്മൾ അവിടെ വെച്ച് എന്താ പറയുക സമാപിപ്പിച്ചു എന്നല്ല, അവിടെ വെച്ച് അവസാനിപ്പിച്ചു എന്ന് വേണം പറയാനായിട്ട്. ഒരു 3 മണിക്ക് തുടങ്ങി ഒരു 6-6:30 വരെ മാക്സിമം, അതോടുകൂടി നമ്മൾ ആ ഒരു പരിപാടി അവിടെ വെച്ച് അവസാനിപ്പിച്ചു ഫസ്റ്റ് പാർട്ട്. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയാറുള്ളത് പോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതേപോലെ വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാനും മറന്നു പോകരുത്. അപ്പം ഞാൻ ഇതിൻ്റെ സെക്കൻഡ് പാർട്ടുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ, ബൈ ബൈ, സീ യു ഫ്രണ്ട്സ്. കല്യാണ തിരക്കൊക്കെ ആയതുകൊണ്ട് തന്നെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതും കുറവാണ്. അപ്പം ഓക്കെ ഫ്രണ്ട്സ്, കാണാം.